ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഐ ലുക്ക് അധികം പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ ഒരു കൺസീലർ പാലറ്റാണ്. അതിനകത്ത് കൺസീൽ ചെയ്യാനും കളർ കറക്റ്റ് ചെയ്യാനും കോണ്ടോർ ചെയ്യാനും ഒക്കെ ഷെയ്ഡ്സ്. അതിൽ തന്നെ കുറച്ച് ഡീപ്പർ ഷെയ്ഡായിട്ട് തോന്നിയ ഒരു ഷെയ്ഡ് എടുത്ത് ഞാൻ ഐലിഡ്സിൽ അപ്ലൈ ചെയ്യാണ്. കാരണം ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഐലിഡ്സ് കൺസീൽ ചെയ്താൽ മാത്രമേ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് കളർ അറിയാൻ പറ്റും. ഐ ഷാഡോ പാലറ്റായിട്ട് ഞാൻ 3 യൂസ് ചെയ്യുന്നുണ്ട്. അത് 3 സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ. ഫസ്റ്റ് ഈ ഒരു പാലറ്റിൽ ഒരു ബേസായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെരി ലൈറ്റ് ഷെയ്ഡ് എടുത്ത് ഞാൻ ബേസായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഐലിഡ്സിൽ. അത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് വേറെ കുറച്ചും കൂടെ ഒരു ഡീപ്പർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ആ ക്രീസ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ലൈക്ക് ബ്രഷ് കൊണ്ട് ഞാൻ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നല്ലൊരു ഡീപ്പർ ഷെയ്ഡ് എടുത്തിട്ട് എൻഡിൽ ഐലിഡ്സിൻ്റെ എൻഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ശരിക്കും നമ്മൾ എത്രത്തോളം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു അത്രത്തോളം നന്നായിട്ട് ലുക്ക് വരും. അത് പയ്യെ സമയമെടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കും. സെയിം സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ അടുത്തൊരു പാലറ്റിൽ നിന്ന് ഒരു ഷിമ്മർ ഷെയ്ഡ്, ഒരു സിൽവർ ഷിമ്മർ ഷെയ്ഡ് എടുത്ത് അത് ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ കൈകൊണ്ട് തന്നെ എടുത്ത് അതങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുകയാണ്. അവിടെ ലൈക്ക് ബ്ലെൻഡ് ചെയ്യുമോ അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് പ്ലേസ് ചെയ്ത് വെച്ചു. ഒരു ജെൽ ഐലൈനർ എടുത്തിട്ട് ഐലൈനർ വരയ്ക്കുകയാണ്. ലൈറ്റായിട്ട് ലൈൻ ചെയ്യാണ്, അധികം തിക്കാക്കുന്നില്ല, എന്നാൽ കുറച്ച് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഐ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഈ ലുക്കിൽ ഫോൾസ് ലാഷസ് ഒക്കെ വെച്ചിരുന്നെങ്കിൽ സൂപ്പറായിട്ട് വന്നേനെ. പക്ഷെ നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മസ്കാര അപ്ലൈ ചെയ്യുക, ആ ഒരു ഫോൾസ് ലാഷസ് വെച്ച എഫക്റ്റ് കിട്ടാൻ വേണ്ടി. ഐസിൻ്റെ താഴെ കൂടെ ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ മറന്നു. അങ്ങനെ ആ ലൈറ്റർ ഷെയ്ഡ് തന്നെ എടുത്തിട്ട് ഞാനത് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഈ താഴത്തെ ലാഷസിൽ നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്യുന്നതാണ് ശരിക്കും ഈ ലുക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോഴാണ് ഓരോ ലാഷസിലായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നന്നായിട്ട് താഴത്തെ ലാഷസിൽ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഐസ് ശരിക്കും ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് തന്നെ ഇങ്ങനെ ഓരോ ലാഷസിൽ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ തന്നെയാണ്. അതിനുശേഷം ആ ഒരു സിൽവർ ഷെയ്ഡ് അപ്ലൈ ചെയ്തല്ലോ ഐസിൻ്റെ മേളിൽ, അത് തന്നെ എടുത്ത് ഞാൻ ആ വാട്ടർ ലൈനിൽ അധികം തട്ടാത്ത രീതിയിലായിട്ട് അവിടെ അങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ച് കൊടുത്തു. എൻ്റെ മുടി എന്താ ഇങ്ങനെ ഇരുന്നതെന്ന് ശ്രദ്ധിച്ചാണ്. ഞാനൊരു ഹീറ്റ്ലെസ് കേൾസ് ട്രൈ ചെയ്തതാണ്. ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ റിസൾട്ട് കണ്ട് ഞെട്ടിപ്പോയി. ഇതിൽ ഞാനിങ്ങനെ അത് അഴിച്ചപ്പോൾ എനിക്ക് ശരിക്കും അത് ഒരുപാട് ഇഷ്ടം. മുടി അയക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ മറന്നു. അങ്ങനെ ഞാൻ ഒരു ലിപ്സ്റ്റിക് എടുത്ത് അപ്ലൈ ചെയ്തു. അതൊരു ലൈറ്റ് ഷെയ്ഡ്, ഒരു ന്യൂഡ് ഷെയ്ഡാണ് അപ്ലൈ. എന്നിട്ട് അതിൻ്റെ മേളിൽ ഞാനൊരു ലിപ് ഗ്ലോസും കൂടെ അപ്ലൈ ചെയ്തു. ഇത് വളരെ റേറ്റ് കുറഞ്ഞൊരു ലിപ് ഗ്ലോസ് ആണ്, ഇൻസൈറ്റിൻ്റെ ആണ്. ലിപ്സ്റ്റിക് ഷുഗറിൻ്റെ ആണ്. നമ്മൾ ഫോൾസ് ലാഷസ് ഒന്നും വെക്കാണ്ട് തന്നെ നമുക്കത് ഇങ്ങനെയാണ് ലുക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അടുത്ത വീഡിയോ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.